റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കേരള മോട്ടോർ വാഹന വകുപ്പ് സബ് RTO ഓഫീസ് തളിപ്പറമ്പിന്റെയും ശ്രീകണ്ഠപുരം ലയൺസ് ക്ലബിന്റെയും കോട്ടൂർ ITIയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരത്ത് റോഡ് സുരക്ഷാ ബോധവൽക്കരണ സന്ദേശവുമായി കാലൻ ഇറങ്ങി റോഡ് സുരക്ഷാ പരിശോധന നടത്തി. നിയമം അനുസരിച്ച് യാത്ര ചെയ്യുന്നവർക്ക് സമ്മാനവും നിയമം തെറ്റിക്കുന്നവർക്ക് ചലാനും ലഭിച്ചു. സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് ശ്രീകണ്ഠപുരത്ത് വെച്ച് നടത്തുന്ന ഒരു അവബോധന പരിപാടിയാണിത്. ഇന്ത്യയിലെ ഒരു വർഷത്തിലല്ല ഒരു മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു 50 തൊട്ട് 55 വരെ ആക്സിഡന്റ് ആണ് ഒരു മണിക്കൂർ നടക്കുന്നത്. ഒരു മണിക്കൂറിൽ തന്നെ 19 തൊട്ട് 20 പേരുടെയും ജീവന് നാശം സംഭവിക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാർന്നു നിന്ന മാരക വിപത്തായിട്ട് ഈ റോഡ് ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങും, നമ്മൾ ചിന്തിക്കണം. നമ്മൾ തിരിച്ചു വരാനായിട്ട് പലരും നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നൊരു ചിന്തയോടുകൂടി വേണം നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി വരാനായിട്ട്. അതുപോലെ നമ്മൾ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുൻപിലൂടെ പോകുന്നവർക്കും വേണ്ടി പലരും കാത്തിരിപ്പുണ്ട്. അവരുടെ ജീവന് കൂടി നമ്മളൊരു സംരക്ഷണം ഒരുക്കണം എന്നൊരു ചിന്ത കൂടി നമ്മൾ വാഹനം ഓടിക്കുന്നവർക്കും വാഹനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ള അവബോധത്തിൻ്റെ പേരിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഇന്ന് നമ്മുടെ തളിപ്പറമ്പ് ജോയിന്റ് RTOയും അതുപോലെ തന്നെ കോട്ടൂർ ITIയും ശ്രീകണ്ഠപുരം ലയൺസ് ക്ലബ്ബും ചേർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ശ്രീകണ്ഠപുരം ITIക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കോട്ടൂർ ITI പ്രിൻസിപ്പൽ ഫാദർ ജോബിൻ കുറുവൻമാക്കൽ, ശ്രീകണ്ഠപുരം ലയൺസ് പ്രസിഡന്റ് സുനിൽ മാത്യൂസ്, സെക്രട്ടറി പാട്രിക് കുരുവിള, ട്രഷറർ ജയേഷ് വർഗീസ്, സുരേഷ് ജോർജ്, ജോസഫ് മാത്യു എന്നിവർ സംഘടനകൾക്ക് നേതൃത്വം നൽകി. MVIമാരായ PV രതീഷ്, T വൈകുണ്ഠൻ, ANVIമാരായ സുധീർ MB, ശിവദാസൻ, ധനുഷ് T, സുധീഷ് മാവില, മുഹമ്മദ് റിയാസ് എന്നിവർ നേതൃത്വം നൽകി. ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ ജനുവരി മാസം സംസ്ഥാന തലത്തിൽ ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തളിപ്പറമ്പ് RTOയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരത്ത് ഇന്ന് ബോധവൽക്കരണ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് നിയമം ലംഘിക്കുന്നവരെ അതിൻ്റെ ലംഘനം മനസ്സിലാക്കിക്കൊണ്ടും അതായത് കറക്റ്റായിട്ട് ട്രാഫിക് നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും നടന്ന നല്ലൊരു ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ശ്രീകണ്ഠപുരം ലയൺസ് ക്ലബിന് ഒത്തിരിയേറെ അഭിമാനമുണ്ട്. ഇതുപോലുള്ള തുടർന്നും ഇങ്ങനെയുള്ള ബോധവൽക്കരണ കാര്യങ്ങൾക്കൊക്കെ ശ്രീകണ്ഠപുരം ലയൺസ് ക്ലബിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ടും ഇതുവരെ ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചതിന് തളിപ്പറമ്പ് RTOയിലെ ഉദ്യോഗസ്ഥർക്ക് ശ്രീകണ്ഠപുരം ലയൺസ് ക്ലബിന് എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ അർപ്പിക്കും. ഈ മാസം 2026 ജനുവരി മാസം റോഡ് സുരക്ഷാ മാസമാണ്. ലോകത്താകമാനമുള്ള UN അംഗരാജ്യങ്ങളിലെല്ലായിടത്തും റോഡ് സുരക്ഷാ മാസമായി ആചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ തളിപ്പറമ്പ് സബ് RTO ഓഫീസിൻ്റെ പരിധിയിൽ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ ആക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു നല്ല റോഡ് സംസ്കാരം സ്വായത്തമാക്കുക എന്നുള്ളതാണ്. പലരും നമുക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, ആ ശീലം എവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ശീലം വരുത്തേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവർക്കും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഈ മാസം ഇപ്പോൾ അത് അവസാനത്തെ പരിപാടികളിലൊന്നാണ്. നാളെയും കൂടി ഒരു പരിപാടിയുണ്ട്. മറ്റന്നാൾ കണ്ണൂർ വെച്ച് സമാപനമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ലയൺസ് ക്ലബ്ബ് ശ്രീകണ്ഠപുരവും കോട്ടൂർ ITCയും ചേർന്നുള്ള മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്നുള്ള ഒരു സംരംഭമാണ്. ഇന്നിവിടെ കാലൻ ഇറങ്ങിയിരിക്കുകയാണ്. കാലൻ വേറെ ആവശ്യത്തിന് വന്നതാണ്. ഈ കാലൻ ഇന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് നിയമം അനുസരിച്ച് വരുന്നവരെ അഭിനന്ദിക്കാനും അതേപോലെ അങ്ങനെ അല്ലാതെ വരുന്നവർക്ക് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുമാണ് കാലൻ ഇന്നത്തെ ദിവസം ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഈ ഒരു ആവശ്യത്തിനല്ല, നിങ്ങളെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നിയമം അനുസരിക്കാത്തവരോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവർക്ക് നന്നാവാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നമ്മുടെ RTO ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾ ഇവിടെ കുറച്ചപ്പുറത്തുള്ളൊരു സ്കൂളിൽ ഇവിടെ ആ റൂട്ടിൽ പയ്യാവൂരിന് തൊട്ടടുത്ത സ്കൂളിൽ ഒരു SPC കാഡറ്റ്സിന് ക്ലാസ് കൊടുത്തുകൊണ്ടാണ് ഈ മാസ ആചരണം നമ്മൾ തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഗംഭീരങ്ങളായ പരിപാടികളാണ് പലയിടത്തും നടന്നത്. ഇന്നലെ ഒരു മിംസ് കണ്ണൂരുമായി സഹകരിച്ച് ഒരു
BLS ട്രെയിനിങ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പല സ്കൂളുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ക്ലാസ്സുകൾ, പിന്നെ പലതരത്തിലുള്ള കണ്ണുപരിശോധനകൾ, തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള കണ്ണുപരിശോധന, നാളെ ഇനി പഴയങ്ങാടിയുള്ള കണ്ണുപരിശോധനയും നേത്രപരിശോധനയും നമ്മുടെ കേൾവി പരിശോധനയും അടക്കമുള്ള പരിപാടികൾ, അങ്ങനെ ഡ്രൈവർമാരെ സജ്ജരമാക്കുന്നതിനുള്ള പലതരം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പലയിടത്തും ഗിഫ്റ്റ് ചെക്കിങ്ങുകൾ, പലരും ഇതേപോലെ നമ്മളുമായിട്ട് പലരുടെയും ആഭിമുഖ്യത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് സഹകരിച്ച് ഗിഫ്റ്റ് ചെക്കിങ്ങുകളടക്കം പല സ്ഥലങ്ങളിലും. ആലക്കോട് പ്രത്യേകം ഒരു പരിപാടിയാണ് നടന്നത്. നിയമം അനുസരിച്ച് വന്നാൽ പെട്രോൾ സമ്മാനം, അതാണ് ജിയോ പമ്പിന്റെ വകയായിട്ട് പെട്രോൾ സമ്മാനം കിട്ടുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് പല സംഘടനകളും, പല പ്രസ്ഥാനങ്ങളും, പല വ്യക്തികളും ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു പരിപാടിക്ക് ഞങ്ങളുമായിട്ട് സഹകരിച്ച കൊട്ടൂർ ITIയെയും നമ്മുടെ ലയൺസ് ക്ലബ്ബ് ശ്രീകണ്ഠാപുരത്തിനെയും മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളും പങ്കെടുത്തു.